മജ്നുവിന്റെ സ്നേഹത്തിന്റെ പരിശുദ്ധി തിരിച്ചറിഞ്ഞ വന്യമൃഗങ്ങൾ പോലും അവനെ ഉപദ്രവിച്ചില്ല. സിംഹങ്ങളും മാനുകളും ഒരുമിച്ച് അവന്റെ അടുത്തിരുന്നു. ഒരു കൂട്ടുകാരൻ മജ്നുവിനെ കാണാൻ വനഭൂമിയിലെത്തി. അവൻ ഖൈസിനോട് ചോദിച്ചു, ഖൈസ്, നീ എന്തിനാണ് ഈ ഭ്രാന്തമായ ജീവിതം നയിക്കുന്നത്? നിന്റെ കവിതകൾ മനോഹരമാണ്. നിനക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിക്കൂടെ? മജ്നുൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവാ, എൻ്റെ പേര് ഖൈസ് എന്നല്ല, മജ്നൂൻ എന്നാണ്. നീ കാണുന്ന ഈ മരുഭൂമി എൻ്റെ ജയിലല്ല, എൻ്റെ കൊട്ടാരമാണ്. എനിക്ക് എൻ്റെ ലൈലയെ കാണാൻ കഴിയാത്ത ഈ ലോകമാണ് യഥാർത്ഥ ജയിൽ. ഈ മരുഭൂമിയിൽ ലൈലയുടെ പേര് മാത്രം ഉരുവിട്ട് ഞാൻ ജീവിക്കുന്നു. ഈ മരുപ്പച്ചയിൽ ഓരോ മണൽത്തരിയിലും അവളുടെ മുഖം ഞാൻ കാണുന്നു. അവൻ വസ്ത്രം ധരിക്കാതെ നടന്നു. കവിളിൽ കണ്ണുനീരിൻ്റെ വരകൾ മായാതെ നിന്നു.